തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു മാസമായി ഹൃദയ ശസ്ത്രക്രിയ നിലച്ച അവസ്ഥയിലാണ്. നിലവിൽ ഹൃദ്രോഗവുമായി എത്തുന്നവരെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് അയക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ കൈകാര്യം ചെയ്യുന്ന പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമതയില്ലെന്ന വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് വിദഗ്ധ സംഘം ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഈയിടയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 രോഗികൾ മരിച്ചിരുന്നു. പിന്നാലെ ഹൃദയ ശസ്ത്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമതയില്ലെന്ന് വകുപ്പ് മേധാവി കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നടത്തുമ്പോൾ കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന വിദഗ്ധനാണ് പെർഫ്യൂഷനിസ്റ്റ്. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചാൽ രോഗിക്ക് മരണം വരെ സംഭവിക്കാം. ഇതോടെ കഴിഞ്ഞ ഒരു മാസമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നിലച്ച അവസ്ഥയിലാണ്. നിലവിൽ 50 പേർക്കാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഡേറ്റ് ആശുപത്രിയിൽ നിന്നും നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. ഇതിൽ 8 രോഗികൾക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന ഡേറ്റ് ഇതിനോടകം കഴിഞ്ഞു. നെഞ്ചുരോഗവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലെത്തുന്നവരെ നിലവിൽ കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലേക്കാണ് തൃശൂരിൽ നിന്നും അയക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം തലവൻ ഡോക്ടർ രാജേഷ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പെർഫ്യൂഷനിസ്റ്റ് എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘം പരിശോധന നടത്തി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൽ പഠനവിധേയമാക്കിയ ശേഷം മാത്രമാണ് നടപടിയുണ്ടാകുള്ളൂ എന്നാണ് വിവരം. ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ.